ഗൈസ്, വലിയ ഒരു 1.5 മണിക്കൂറിന്റെ അല്ലെങ്കിൽ 1 മണിക്കൂറിന്റെ ഒരു വീഡിയോ കംപ്ലീറ്റ് കണ്ട ഒരു ചാപ്റ്റർ പഠിക്കുക എന്ന് പറയുന്നത് കുറച്ചൊരു ബുദ്ധിമുട്ടായി തോന്നിയിട്ടുണ്ടാവും അല്ലെ? അപ്പൊ ഇതിനുള്ള ഒരു സൊല്യൂഷൻ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. അതായത് നമ്മൾ ഓരോ ചാപ്റ്റേഴ്സും കുഞ്ഞു കുഞ്ഞു വീഡിയോസ് ആയിട്ട്, അതായത് പാർട്ടായിട്ട് പഠിക്കാൻ പോവാണ്. 3-4 പാർട്ട് വീഡിയോസ് കാണുമ്പോഴേക്കും നിങ്ങൾ ഈ ചാപ്റ്റർ സെറ്റ് ആയിരിക്കും. അപ്പൊ എല്ലാവരും റെഡി അല്ലേ? അപ്പൊ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിന്റെ കൂടെ തന്നെ എന്ത് ചെയ്യുക, ഈ വീഡിയോ ലൈക്കും ചെയ്യുക കേട്ടോ. ഓക്കെ, ദെൻ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രിസംസ് അല്ലെങ്കിൽ സ്തംഭങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്, 12th ചാപ്റ്റർ. ഓക്കെ, അപ്പൊ പ്രിസംസ് അല്ലെങ്കിൽ സ്തംഭങ്ങൾ എന്താണ്? ഈ പ്രിസംസ് എന്ന് പറയുന്നത് എന്താണ്? പ്രിസം അതായത് ഇവനെ നോക്ക്, ഇവനൊരു പ്രിസമാണ്. എങ്ങനെയാണെന്നറിയോ? ഇതിന്റെ താഴ്ഭാഗം നോക്ക്, ഇതെന്താണ്? ഒരു റെക്റ്റാങ്കിൾ ആണ് അല്ലെ? ഇതൊരു റെക്റ്റാങ്കിൾ ആണ്. ദെൻ ഇവിടെ ഇതിന്റെ മുകൾ ഭാഗോ അതും ഒരു റെക്റ്റാങ്കിൾ ആണ് അല്ലെ? ഇതിന്റെ താഴ്ഭാഗവും റെക്റ്റാങ്കിൾ ആണ്, അതുപോലെ മുകൾ ഭാഗവും എന്താണ്? റെക്റ്റാങ്കിൾ ആണ്. അതേപോലെ ഫ്ലോറും സീലിംഗും ഒരേ പോളിഗൺ വരുന്ന രൂപങ്ങളെയാണ് എന്ത് പറയുന്നത്? നമ്മളുടെ പ്രിസംസ് അല്ലെങ്കിൽ സ്തംഭങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനിയിപ്പോ ഇവിടെ ഒരു ട്രയാങ്കിൾ ആയിരുന്നു, ഇനി താഴെ ഒരു ട്രയാങ്കിൾ ആണെങ്കിലോ ഇതിനെന്ത് പറയും? ഇതിനെയും പ്രിസം എന്നാ പറയാ. ഓക്കെ, ഇനി ഇവിടെ ഒരു ഹെക്സഗൺ ആയിരുന്നു, താഴെ ഒരു ഹെക്സഗൺ ആണെങ്കിലോ ഇവനും എന്തായിരിക്കും? ഒരു പ്രിസം ആയിരിക്കും, സ്തംഭമായിരിക്കും. ഓക്കെ, അങ്ങനെ ഈ മുകളിലുള്ളയും താഴെയുള്ളയും ഭാഗത്തെയാണ് നമ്മൾ എന്ത് പറയാ? പാദമുഖങ്ങൾ അല്ലെങ്കിൽ ബേസസ് എന്ന് പറയും. ഓക്കെ, സ്തംഭങ്ങളുടെ താഴെയും മുകളിലുള്ള ഈ ഭാഗങ്ങളെയാണ് നമ്മൾ എന്ത് പറയാ? ബേസസ് അല്ലെങ്കിൽ എന്ത് പറയും? പാദമുഖങ്ങൾ എന്ന് പറയും. പാദമുഖങ്ങൾ മാത്രമാണോ ഇതിനുള്ളത്? അല്ല അല്ലെ, ഇവിടെ വേറെയും 1, 2, 3, 4 വശങ്ങൾ വേറെയുണ്ട് അല്ലെ? വേറെ എന്തുണ്ട്? 4 വശങ്ങളുണ്ട്. ഈ 4 വശങ്ങൾ എന്താ പറയാ? ഇവന്മാരെയാണ് നമ്മൾ പാർശ്വമുഖങ്ങൾ അല്ലെങ്കിൽ ലാറ്ററൽ ബേസസ് എന്ന് പറയാം. ഓക്കെ, ഇതിന്റെ താഴെ മുകളിലുള്ള ഭാഗങ്ങളാണ് എന്ത്? ബേസസ് അല്ലെങ്കിൽ എന്ത് പറയും? പാദമുഖങ്ങൾ. ദെൻ ബാക്കിയുള്ള ഭാഗങ്ങൾ എന്താണ്? ലാറ്ററൽ ബേസസ് ആണ്. അല്ലെങ്കിൽ എന്ത് പറയും? പാർശ്വമുഖങ്ങൾ. സിമ്പിൾ. അപ്പൊ പാദമുഖങ്ങളുണ്ട്, പാർശ്വമുഖങ്ങളുണ്ട്. ദെൻ പല രീതിയിലുള്ള പ്രിസംസ് ഉണ്ടാവും അല്ലെ? അതായത് ഇവിടെ നോക്ക്, ഇവൻ എന്താണ്? താഴെയും മുകളിലും ട്രയാങ്കിൾ ആണ്. അപ്പൊ ഇവൻ എന്തായിരിക്കും? ട്രയാങ്കുലാർ പ്രിസ് ആയിരിക്കും, അല്ലെങ്കിൽ ത്രികോണ സ്തംഭം എന്ന് പറയും. ഓക്കെ, ഇവിടെ നോക്ക്, താഴെയും മുകളിലും എന്താണ്? മുകൾ ഇതാണ് അല്ലെ? താഴെ എന്ത് വരും? സ്ക്വയർ വരും. അപ്പൊ എന്തായിരിക്കും ഇവൻ സ്ക്വയർ പ്രിസമാണ്, അതായത് സമചതുര സ്തംഭമാണ്. ഇനി അടുത്ത നോക്ക്, മുകളിൽ ഒരു പെൻറ്റഗണാണ്, താഴെയും പെൻറ്റഗൺ ഉണ്ടാവും. അപ്പൊ ഇവൻ എന്താ? പെൻറ്റഗണൽ പ്രിസ് ആണ്. ഇവൻ എന്താണ്? മുകളിൽ ഒരു റെക്റ്റാങ്കിൾ ആണ്, താഴെ ഒരു റെക്റ്റാങ്കിൾ. ഇവൻ എന്തായിരിക്കും? റെക്റ്റാങ്കുലാർ പ്രിസം. ഓക്കെ, പഞ്ചഭുജ സ്തംഭമായിരിക്കും. ഇതെന്താണ്? ചതുര സ്തംഭം. അതുപോലെ ഇവന്മാരൊക്കെ ഇത് ഹെക്സഗണൽ പ്രിസ് ആണ്, മുകളിലും താഴെയും ഹെക്സഗൺ ആണ്. ഒക്ടഗണൽ പ്രിസം, താഴെയും മുകളിലും ഒക്ടഗൺ ആണ്. അങ്ങനെ ഒരുപാട് രീതിയിലുള്ള പ്രിസങ്ങൾ ഉണ്ടാവും. ഓക്കെ, താഴെയും മുകളിലുള്ള അതായത് ബേസസ്, പാദമുഖങ്ങള് ഒരേ പോളിഗൺ ആണെങ്കിൽ അവനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നമ്മൾ പ്രിസംസ് അല്ലെങ്കിൽ സ്തംഭങ്ങൾ എന്ന് പറയുന്നത്. സിമ്പിൾ അല്ലേ? അപ്പൊ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രിസത്തിന്റെ വോളിയം എങ്ങനെയാ കാണാന്നുള്ളതാണ്. വ്യാപ്തം അല്ലെങ്കിൽ വോളിയം. ഓക്കെ, എന്തായിരിക്കും ഈ വോളിയം? സിമ്പിൾ ആണ് കാര്യം. അതായത് ഇവനില്ലേ, ഇവന്റെ വോളിയം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവന്റെ വോളിയം എന്ന് പറഞ്ഞാല് ഈ ഒരു പെട്ടിയിൽ നമ്മൾ മണ്ണ് നിറയ്ക്കാണ്. ഓക്കെ, അപ്പൊ ഇതിൽ എത്ര മണ്ണ് കൊള്ളും എന്നുള്ളതാണ് നമ്മളുടെ വോളിയം. ഓക്കെ, ഇത് നോക്ക്, ഇതിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ഒരു പെട്ടി തുറന്നിട്ട് നമ്മൾ നിറയെ മണ്ണ് നിറയ്ക്കുന്നു. അപ്പൊ ഇതിൽ എത്ര മണ്ണ് കൊള്ളും? അതാണ് എന്ത്? ഇവന്റെ വോളിയം. ഓക്കെ, അപ്പൊ ഏതൊരു സ്തംഭമായിക്കോട്ടെ, ഇതെന്താണ്? ഇതൊരു ചതുര സ്തംഭമാണ് അല്ലെ? റെക്ടാങ്കുലാർ പ്രിസ് ആണ്. അതുപോലെ ഏതായിക്കോട്ടെ, നമുക്ക് ഏതിന്റെയും വോളിയം കാണാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. അത് വെച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. സോ വോളിയം അല്ലെങ്കിൽ വ്യാപ്തം കാണാനുള്ള ഇക്വേഷൻ ഇതാണ്. വോളിയം അല്ലെങ്കിൽ വ്യാപ്തം അല്ലെ? വ്യാപ്തം കാണാനുള്ള ഇക്വേഷൻ ഇതാണ്. ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ്. ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് ആണ്. ഓക്കെ, ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് ആണ്. അല്ലെങ്കിൽ പാദപരപ്പളവ് ഇൻറ്റു ഉയരമായിരിക്കും.
ഓക്കെ, ഇതിപ്പോ ഇവിടെ സ്ക്വയർ പ്രിസാണ് അല്ലെ. സ്ക്വയർ പ്രിസത്തിന്റെ പാദപരപ്പളവ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇവിടെ പാദം അല്ലെങ്കിൽ ബേസ് എന്താണ്? സ്ക്വയർ ആണ്. അപ്പൊ ഈ സ്ക്വയറിന്റെ ഏരിയ ആയിരിക്കും, ഇവിടെ 3 സ്ക്വയറിന്റെ ഒരു സൈഡ് എങ്കിൽ, 3 സ്ക്വയറിന്റെ ഒരു സൈഡ് എങ്കിൽ എന്തായിരിക്കും ഇടാ? ഇതിന്റെ 3 സ്ക്വയർ അല്ലെ, 9 ആയിരിക്കും എന്ത്? പാദപരപ്പളവ്. ഇൻറ്റു ഉയരം 5 ആണെങ്കിൽ ഇൻറ്റു 5. ഓക്കെ, അതാണ് നമ്മളുടെ വ്യാപ്തം അല്ലെങ്കിൽ വോളിയം എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ നോക്ക്. ഇവിടെ ഇതെന്താടാ? ഒരു റെക്ടാങ്കുലർ പ്രിസ് ആണ് അല്ലെ, ചതുര സ്തംഭമാണ്. ഇതിന്റെ ബേസസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബേസസ് ഈ മുകളിലുള്ള ഈ ഒരു റെക്ടാങ്കിൾ ഉണ്ടാവും, താഴെ ഇതുപോലെ തന്നെ എന്തുണ്ടാവും? ഒരു റെക്ടാങ്കിൾ ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഇതിന്റെ ഏരിയ അല്ല അല്ലെ, വ്യാപ്തം അല്ലെങ്കിൽ വോളിയം എന്ന് പറയുന്നത് എന്തായിരിക്കും? വോളിയം അല്ലെങ്കിൽ വ്യാപ്തം ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് ആണ് അല്ലെ. ഇവിടുത്തെ ബേസ് ആരാണ്? റെക്ടാങ്കിൾ ആണ് അല്ലെ. ബേസ് ഏരിയ എന്ന് പറയുന്നത് എന്തായിരിക്കും? റെക്ടാങ്കിളിന്റെ ഏരിയ ആയിരിക്കും. ബേസ് ഏരിയ അല്ലെങ്കിൽ പാദപരപ്പളവ് എന്ന് പറയുന്നത് എന്താണ്? നമ്മളുടെ റെക്ടാങ്കിളിന്റെ ഏരിയ ആയിരിക്കും. ഈ റെക്ടാങ്കിളിന്റെ ഏരിയ എങ്ങനെയാ കാണാ? റെക്ടാങ്കിളിന്റെ ഏരിയ നമുക്കറിയാം നീളം ഇൻറ്റു വീതിയാണ് അല്ലെ. ഇവിടെ നീളം എത്രയാടാ? നീളം എന്ന് പറയുന്നത് 5 ആണ്. നോക്ക്, ഇവിടെ 5 ആണ് നീളം. ആൻഡ് വീതി എന്ന് പറയുന്നത് എത്രയാണ്? നമുക്ക് തന്നിട്ടുണ്ട് 2 ആണ് അല്ലെ. അപ്പൊ ബേസ് ഏരിയ എന്താണ്? 5 × 2. 5 × 2 അല്ലേ? നീളം ഇൻറ്റു വീതിയാണ് എന്ത്? നമ്മളുടെ ചതുരത്തിന്റെ പരപ്പളവ് എന്ന് പറയുന്നത്. അതായത് 10 ആയിരിക്കും ഏരിയ. സിമ്പിൾ കാര്യം. ഇനി ഉയരം എന്താണ്? ഈ 2 ബേസസ് തമ്മിലുള്ള ഉയരം, അതായത് ഈ ഒരു ഉയരം അതെത്രയാണ്? നമുക്ക് തന്നിട്ടുണ്ട് 3 സെന്റിമീറ്റർ ആണെന്ന്. അതായത് നമ്മളുടെ ഹൈറ്റ് അല്ലെങ്കിൽ ഉയരം എന്ന് പറയുന്നത് എന്താണ്? 3 ആണ്. ദെൻ എന്തായിരിക്കും എടാ ഇതിന്റെ വ്യാപ്തം അല്ലെങ്കിൽ വോളിയം എന്ന് പറയുന്നത് എന്താണ്? എന്തായിരിക്കും? ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് ആണ്. 10 × 3 ആയിരിക്കും. ദാറ്റ് ഈസ് ഈക്വൽ ടു 30 ആയിരിക്കും എന്ത്? ഇതിന്റെ വോളിയം അല്ലെങ്കിൽ വ്യാപ്തം എന്ന് പറയുന്നത്. സെന്റിമീറ്റർ ക്യൂബ് ആണ് കേട്ടോ ഉണ്ടാവുക. ഇതിന്റെ യൂണിറ്റ് സെന്റിമീറ്റർ ക്യൂബ് ആണ്. സിമ്പിൾ കാര്യല്ലേ? അങ്ങനെയെങ്കിൽ ഒരു ക്വസ്റ്റ്യനും കൂടെ നോക്ക്. വാട്ട് ഈസ് ദ വോളിയം ഓഫ് എ സോളിഡ് മെറ്റൽ ക്യൂബ് ഓഫ് എ ഹൈറ്റ് 10 സെന്റിമീറ്റർ? 10 സെന്റിമീറ്റർ ഉയരമുള്ള ഒരു ലോഹ ക്യൂബിന്റെ വ്യാപ്തം എത്രയാണ്? അപ്പൊ നമുക്ക് ഹൈറ്റ് ഓൾറെഡി തന്നിട്ടുണ്ട്, എന്ത്? 10 ആണ് തന്നിട്ടുണ്ട്. അപ്പൊ വോളിയം കാണണേ വേറെ എന്താ അറിയേണ്ടത്? ബേസ് ഏരിയ അറിയണം അല്ലെ. ബേസ് ഏരിയ ഇവിടെ എന്താണ്? സോളിഡ് മെറ്റൽ ക്യൂബ്. എന്താണ് ഈ സോളിഡ് മെറ്റൽ ക്യൂബ് എന്ന് പറഞ്ഞാല്? നിങ്ങൾ ഇത് ലുഡോ കളിക്കുമ്പോൾ ഡൈ ഇല്ലേ? ഡൈന്റെ പ്രത്യേകത എന്താണ്? എല്ലാ ഭാഗങ്ങളും ഒരുപോലെ ആയിരിക്കും അല്ലെ. എല്ലാ ഭാഗങ്ങളും സ്ക്വയേഴ്സ് ആയിരിക്കും. അവരാണ് നമ്മളുടെ ആര്? ക്യൂബ് എന്ന് പറയുന്നത്. ഞാൻ ജസ്റ്റ് വരയ്ക്കാം. ഇതാ ഏകദേശമൊക്കെ ആയിട്ടുണ്ട്. ഇതാ ഇവനാണ് നമ്മളുടെ ക്യൂബ്. ഇവന്റെ എല്ലാ ഭാഗങ്ങളും ഒരുപോലെ ആയിരിക്കും. അതായത് ഇവന്റെ ഉയരം 10 ആണെങ്കിൽ ഇവിടെ ഉള്ള എല്ലാം 10 എല്ലാ ഭാഗങ്ങളും 10 ആയിരിക്കും. ഓക്കെ, എല്ലാ ഭാഗങ്ങളും 10 ആയിരിക്കും. അതായത് ഇവിടെ സ്ക്വയർ ആയിരിക്കും അല്ലെ. എല്ലാ ഭാഗവും 10 എന്ന് പറയുമ്പോൾ മുകളിലും താഴെയും ബേസസ് എന്താണ്? സ്ക്വയേഴ്സ് ആണ്. അങ്ങനെയെങ്കിൽ ബേസ് ഏരിയ എന്തായിരിക്കും? ബേസ് ഏരിയ അല്ലെങ്കിൽ പാദപരപ്പളവ് എന്തായിരിക്കും? സ്ക്വയറിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്? വശം ഇൻറ്റു വശമാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 100 ആയിരിക്കും ബേസ് ഏരിയ. ഹൈറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ വോളിയം എന്തായിരിക്കും? നമുക്കറിയാം എന്താണ് വോളിയം കാണാനുള്ള ഇക്വേഷന്? ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് ആണ് അല്ലെ. ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ്. ഇവിടെ ബേസ് ഏരിയ എത്രയാണ്? 100 ആണ്. ഇൻറ്റു ഹൈറ്റ് എത്രയാണ്? 10 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1000 സെന്റിമീറ്റർ ക്യൂബ് ആയിരിക്കും എന്ത്? ഇതിന്റെ വോളിയം അല്ലെങ്കിൽ വ്യാപ്തം എന്ന് പറയുന്നത്. സിമ്പിൾ കാര്യം അല്ലെ. ദെൻ അടുത്തൊരു ക്വസ്റ്റ്യനും കൂടെ നോക്കുക. ഒരു സമഭുജ ത്രികോണ സ്തംഭത്തിന്റെ പാദ ചുറ്റളവ് 15 സെന്റിമീറ്ററും ഉയരം 5 സെന്റിമീറ്ററുമാണ്. അതിന്റെ വ്യാപ്തം കണ്ടുപിടിക്കുക. ദ ബേസ് ഓഫ് എ പ്രിസം ഈസ് എൻ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ഓഫ് പെരിമീറ്റർ 15 സെന്റിമീറ്റർ ആൻഡ് ഇറ്റ്സ് ഹൈറ്റ് ഈസ് 5 സെന്റിമീറ്റർ. കാൽക്കുലേറ്റ് ദ വോളിയം. അപ്പോ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾസ് ആണ് എന്ത്? ഒരു സ്തംഭത്തിന്റെ പാദങ്ങൾ എന്ന് പറയുന്നത്. ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ എന്താടാ? എല്ലാ വശങ്ങളും തുല്യമായിട്ടുള്ള ട്രയാങ്കിൾ ആണ് എന്ത്? ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. ഓക്കെ, ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ഇതാ ഏകദേശം ഇതാ ഇങ്ങനൊക്കെ ഉണ്ടാവും അല്ലെ. ഇങ്ങനെ എന്തോ ആണ്. ഓക്കെ, ഇങ്ങനെ എന്തോ ആണ് ഉണ്ടാവുക. യെസ്, ഇതാണ് നമ്മളുടെ എന്ത്? സമഭുജ ത്രികോണ സ്തംഭം എന്ന് പറയുന്നത്. ഇവർ പറയാണ് ഇതിന്റെ ഉയരം എത്രയാണ്? 5 സെന്റിമീറ്റർ ആണ് ഉയരം. ഇവിടെ മുകളിലും താഴെയുള്ള ഈ ഒരു സമഭുജ ത്രികോണത്തിന്റെ പാദ ചുറ്റളവ്, സമഭുജ ത്രികോണം എന്ന് പറയുന്നത് ഇവനല്ലേ,
പാദം എന്ന് പറയുന്നത് ഇതും ഇതുമാണ് അല്ലെ. ഇവന്റെ ചുറ്റളവ് എത്രയാണ്? 15 ആണ് എന്നാ ഇവർ പറയുന്നത്. 15 ആണ്. അങ്ങനെയെങ്കിൽ ഒരു വശം എത്രയായിരിക്കും? ഈ 3 വശങ്ങളും കൂടെ കൂട്ടിയാൽ 15 ആണെങ്കിൽ ഒരു വശം എത്രയാണ്? സിമ്പിൾ കാര്യം അല്ലെ, 5 ആണ്. ഇവൻ 5 ആയിരിക്കും, ഇവൻ 5 ആയിരിക്കും, ഇവൻ 5 ആണ്. ഇത് 3ഉം കൂടെ കൂട്ടിയാലാണ് എത്ര കിട്ടുക? 15 കിട്ടുക. ചുറ്റളവ് എന്ന് പറഞ്ഞാൽ 3 വശങ്ങളും കൂടെ കൂട്ടുന്നത്. അതായത് 15 ആണെങ്കിൽ ഒരു വശം 5 ആയിരിക്കും. അങ്ങനെയെങ്കിൽ പാദ പരപ്പളവ് എന്തായിരിക്കുംടാ? പാദ പരപ്പളവ് അല്ലെങ്കിൽ ബേസ് ഏരിയ എന്ന് പറയുന്നത് എന്താണ്? ബേസ് ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു സമഭുജ ത്രികോണത്തിന്റെ പരപ്പളവായിരിക്കും അല്ലെ. സമഭുജ ത്രികോണത്തിന്റെ പരപ്പളവ് എങ്ങനെയാ കാണുക? സിമ്പിൾ കാര്യമാണ്. √3/4a². നിങ്ങൾ പഠിച്ചതാണ് അല്ലെ. √3/4a². എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഒരു വശം അല്ലെ. അതായത് √3/4 × a² എന്ന് പറഞ്ഞാൽ 5ന്റെ സ്ക്വയർ അല്ലെ. ദാറ്റ് ഈസ് ഈക്വൽ ടു 5ന്റെ സ്ക്വയർ 25 ആണ്. 25 √3/4 ആണ് അല്ലെ. ഇനി എന്തായിരിക്കടാ ഇതിന്റെ വോളിയം അല്ലെങ്കിൽ വ്യാപ്തം എന്ന് പറയുന്നത് എന്താണ്? വോളിയം അല്ലെങ്കിൽ വ്യാപ്തം എന്ന് പറയുന്നത് പാദ പരപ്പളവ് ഇൻറ്റു ഉയരമായിരിക്കും. ഉയരം അല്ലെങ്കിൽ ഹൈറ്റ് എത്രയാണ്? 5 ആണ്. ഓക്കെ, ഇത്ര മാത്രം എഴുതിയാൽ മതി കേട്ടോ. വെറുതെ നിങ്ങൾ ഇതിന്റെ √3ന്റെ വാല്യൂ കൊടുത്തിട്ട് വലുതാക്കേണ്ട ഒരു ആവശ്യമില്ല. ഇത്ര എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് ഫുൾ മാർക്ക് ഉണ്ടാവും. ഇനിയിപ്പോൾ √3ന്റെ വാല്യൂ എപ്പോഴാണ് കൊടുക്കേണ്ട അറിയോ? നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കും √3 = ഇത്ര എന്ന് കൊടുക്കുക എന്ന് തന്നിട്ടുണ്ടെങ്കിൽ മാത്രം കൊടുക്കുക, അല്ലെങ്കിൽ ഇത്ര മാത്രം എഴുതിയാൽ മതി. സോ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുള്ളത് ഇത്ര മാത്രമാണ്. സ്തംഭങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? ഫ്ലോറും സീലിംഗും ഒരേ പോളിഗൺ ആണെങ്കിൽ അവനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സ്തംഭങ്ങൾ എന്ന് പറയുന്നത്, പ്രിസംസ് എന്ന് പറയുന്നത് അല്ലെ. നമ്മൾ പറഞ്ഞു ഒരു ബോക്സ് എടുത്താൽ അതൊരു സ്തംഭാണ്. ഇനി നമ്മൾ ലുഡോ കളിക്കുമ്പോഴുള്ള ആ ഒരു ക്യൂബ് അല്ലെങ്കിൽ ഡൈ എടുത്താൽ അതൊരു സ്തംഭാണ് അല്ലെ. ദെൻ അടുത്ത് നമ്മൾ എന്തായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ഇതിന്റെ വോളിയം എങ്ങനെയാ കാണുക, വ്യാപ്തം എങ്ങനെയാ കാണുക എന്നുള്ളതാണ്. എന്താണ് ആ വോളിയം? പാദ പരപ്പളവ് ഇൻറ്റു ഉയരമാണ്. ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് ആണ് അല്ലെ. ബേസ് ഏരിയ എന്ന് പറഞ്ഞാൽ മുകളിലും താഴെയും ഏത് പോളിഗണാണോ അതിന്റെ ഏരിയ ഇൻറ്റു ഹൈറ്റ് ആയിരിക്കും. സിമ്പിൾ കാര്യമല്ലേ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഒക്കെ നോട്ട്സ് നിങ്ങൾക്ക് വേണമെന്ന് മിസ്സിന് അറിയാം. അപ്പോൾ നോട്ട്സ് വേണമെങ്കിൽ ഇപ്പൊ തന്നെ കമന്റ് ബോക്സിന്റെ മുകളിൽ കൊടുത്തിട്ടുള്ള കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ അതിൽ നിങ്ങൾക്ക് നോട്ട്സ് എല്ലാം ലഭിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത പാർട്ടുമായിട്ട് മിസ് വേറൊരു വീഡിയോയിൽ വരാം. അതുവരേക്കും ബൈ.